ജാനിമോളെ നമുക്ക് മോനുകുട്ടനെ മാവേലിയാക്കണ്ടേ? കുക്കുവിന് പണി കൊടുത്തിരിക്കുകയാണ്. കുക്കു ആണ് നമ്മുടെ മാവേലിക്കുള്ള കൊട റെഡിയാക്കുന്നത്. നാളെ അറിയാം കൊട. മാമി യുകെജില് എന്തോ അത്ര കുഞ്ഞു ഓടാ മതിയോ? ഈ അടപ്പിനകത്ത് പുറത്ത് ബാങ്ക് വെച്ച് പൊട്ടിച്ചാലോ? പൊട്ടിച്ചിട്ട് ആ കിഴത്തേക്കകത്ത് കമ്പും വെച്ച് അപ്പൊ ഇത് വരത്തെ അല്ല ഇങ്ങനെ ആ ഓല വെച്ച് ഉണ്ടാക്കുന്നവർ ഇങ്ങനെ അങ്ങ് ഒട്ടിക്കണോ? അങ്ങ് കീറി കീറി ഇങ്ങനെ വെച്ചിട്ട് കമ്പൂടെ കൂട്ടി വെച്ചിട്ട് അതല്ലടി എടി ഇച്ചിരി നടു പൊഴിച്ചോണ്ട് 4 സൈഡിൽ ഇങ്ങനെ ആക്കിയിട്ട് ഇതിന്റെ പുറത്ത് അതല്ലേ കീറി ഇങ്ങനെ അങ്ങോട്ട് ചുമ്മാ പോലെ ഇരുന്നാലല്ല മറ്റേ അമ്പർലക്കൂടെ പോലെ വേണ്ടല്ലോ. വേണ്ട വേണ്ട അമ്പർല നടുക്ക് കമ്പി വെക്കണം. നിങ്ങൾ അവിടെ നിന്ന് പിടക്കില്ല ചിലപ്പോ അതുണ്ടാക്കിട്ടൊന്നും ശരിയാവുന്നില്ല. രാമ ഞങ്ങൾ ഓലക്കടയുടെ മോഡൽ ഉണ്ടാക്കിയിരിക്കാൻ എല്ലാരും പുച്ഛിച്ച് തള്ളി ഞങ്ങളൊരു ഓലക്കട അതൊക്കെ പോയത്. മോനിക്കൊണ്ട് ഇഷ്ടപ്പെട്ടോ അറിയത്തില്ല. മോനിക്കൊണ്ട് ഇപ്പൊ ഇങ്ങോട്ട് അങ്ങനെ പിടിക്കും പറഞ്ഞിട്ടില്ല കേട്ടോ. ഈ നേരെ പിടിക്കുമ്പോഴുള്ളൊരു ഇത് തോന്നുന്നു. പൊറോഷം കാണിച്ചു മണ്ട ഓലക്കുണ്ടായി പശയൊക്കെ അതെ ഇരിക്കുന്നേ ഉള്ളൂ. നാളെ രാവിലെ ആകുമ്പോഴത്തേക്കെല്ലാം ശരിയായിക്കോളും. മോനുവിന്റെ അഭിപ്രായം മോന് പറയുന്ന എന്നെയൊന്ന് കേൾപ്പിക്കണേ. അങ്ങനെയൊക്കെയാ. പോകാം. ഓണം ഇല്ലാത്ത സമയത്ത് നിക്കറിട്ടോണ്ട് നടക്കുന്നത്. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നപ്പോ സമയം എത്രയെന്നറിയാം? 9 മണിയായി. 9 മണി കഴിഞ്ഞ്. ഇത് നമ്മുടെ എല്ലാ വർഷവും ഓണം ആകുമ്പോ നമുക്ക് അവിടെ ഒരു ഹോൾസെയിലിൽ നിന്ന് ഉപ്പേരി ശർക്കര വരട്ടിയും കൊണ്ടുതരുവേ. അപ്പൊ ഈ പ്രാവശ്യത്തെ ശർക്കര വരട്ടി എനിക്ക് തന്ന് ഉപ്പേരി വീനും എടുത്ത്. പിന്നെ ഇത് പാല ഫ്രിഡ്ജിനകത്ത് അവിടെ കൊണ്ടുവെക്കും. പാലപ്പുറത്ത് കൊണ്ടുവെക്കും. ഇത് അല്ലി അടർത്തിയ വെളുത്തുള്ളി ഇച്ചിരി ഇരിപ്പുണ്ടായിരുന്നു, ഞാൻ വാങ്ങിച്ചതാ കേട്ടോ. പിന്നെ ഇന്ന് താമസിക്കാൻ കാരണം എന്ന് വെച്ചാല് നാളെ മോനുകുട്ടന്റെ സ്കൂളിലെ ഓണം പരിപാടിയാണ്. മോനുകുട്ടനാണ് മാവേലി. കഴിഞ്ഞ വർഷവും മോനുകുട്ടനായിരുന്നു മാവേലി. ഇപ്രാവശ്യം മോനുകുട്ടനാണെന്നുള്ളത് ഞാൻ ഇന്ന് 5 മണിയായപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അപ്പോഴാണ് എനിക്ക് മെസ്സേജ് വന്നത്.
അത് നമ്മൾ ഒരുക്കിക്കൊണ്ട് ചെല്ലണം. ഒരു സാധനങ്ങളും എൻ്റെ കയ്യിലില്ല. പിന്നെ ഞാൻ ആ ടൗൺ മുഴുവൻ നടന്ന സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പൂക്കൾ വേണമെന്ന് എന്നോട് വിളിച്ചു പറഞ്ഞു. നാളെ പൂ ഇടാന് പൂ വേണമെന്ന് മോൻകുട്ടൻ വിളിച്ചു പറഞ്ഞു. പക്ഷെ ഒരുക്കണമെന്നൊന്നും അവൻ എന്നോട് പറഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ പോയി പൂവൊക്കെ മേടിച്ചോണ്ട് വന്ന് പോവാൻ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴാണ് ടീച്ചറിന്റെ മെസ്സേജ് കണ്ടത്. പിന്നെ ടീച്ചറിനെ വിളിച്ചിട്ട് ചോദിച്ചു, ഇനി കഴിഞ്ഞ വർഷം സ്കൂളിൽ നിന്ന് തന്നെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഒരുക്കിയാൽ മതിയായിരുന്നു. അപ്പൊ ടീച്ചർ പറഞ്ഞു സാധനങ്ങളെല്ലാം ഡാമേജ് ആയി പോയി, ഒന്നുമില്ല, നമ്മൾ ഒരുക്കിക്കൊണ്ട് ചെല്ലണം. അപ്പൊ ഇതെല്ലാം പൂക്കളൊക്കെ, അത്തപ്പൂ ഇടാനുള്ള പൂക്കളൊക്കെ മേടിച്ചു. ഇത് രണ്ട് കളർ മിക്സ് ചെയ്ത് മേടിച്ചതേ ഉള്ളൂ കേട്ടോ. ഇതിപ്പം ഈ പൂക്കൾ മേടിച്ചു. പിന്നെ ഇത് ടീച്ചർ, അപ്പം ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോ ടീച്ചർ എന്നോട് പറഞ്ഞു മലയാളി മങ്കയായിട്ട് ഒരുങ്ങി പറഞ്ഞു. പിന്നെ ഞാൻ പോയി ഇത്തിരി മുല്ലപ്പൂ മേടിച്ചു. മുടിയില്ലേലും ഞാൻ മുല്ലപ്പൂ വെക്കണമല്ലോ. ഇത്രയും മുല്ലപ്പൂ വാങ്ങിച്ചു. എന്തോ വിലയാ മുല്ലപ്പൂവിന്, 80 രൂപയാണ്. പിന്നെ 2 റോസാപ്പൂവും. ഈ പൂവിന്റെ പേരറിയാവുന്നൊരു കമന്റ് ഇടണം കേട്ടോ. ഇത് തല വയ്ക്കുന്ന പൂവാണെന്ന് ആ മാല കെട്ടുന്ന ആ കുട്ടികൾ പറഞ്ഞു. ഈ 2 റോസാപ്പൂവും മേടിച്ചു. ആകെ 2 മുടിയുണ്ട്, അത് വെക്കാനാണ് ഇത്രയും പൂക്കൾ കേട്ടോ. അപ്പൊ ഇത്രയും സാധനങ്ങളൊക്കെ പിന്നെ മേടിച്ചു. എന്നിട്ട് പോയി മോനുകുട്ടനുള്ള ഓർണമെന്റ്സ് എല്ലാം വാങ്ങിച്ചു. കാണിക്കാട്ടോ. ഇത് നമ്മുടെ ഇങ്ങനെ കഴുത്തേലിടുന്ന ഒരു സാധനം. പിന്നെ അരയ്ക്ക് കെട്ടുന്നത്, കയ്യെ കെട്ടുന്നത്. പിന്നെ കമ്മല്, ഫിക്സ് ചെയ്യാവുന്ന കമ്മലില്ലേ, അതാണ്. പിന്നെ വള, അതിങ്ങനെ സൈസ് അറിയാത്തോണ്ട് ഇതുപോലെ എക്സ്റ്റെൻഡ് ചെയ്യാവുന്ന സൈസ് ഉണ്ടല്ലോ, അതല്ലേ വാങ്ങിച്ചില്ല. ഇടാനൊക്കൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഇതുപോലത്തെ വെള്ള ഒരു മുത്തുമാല മേടിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഈ വള മേടിച്ചത് കേട്ടോ. രാജാവാ, മാവേലി എന്ന് പറയുന്നത് രാജാവാ. രാജാവിന് ഒരുപാട് ആഭരണങ്ങളൊക്കെ ഉണ്ട്. കമ്മല, പിന്നെ കിരീട്. ഞാൻ ആദ്യം ഒരു കടയിൽ കയറി, കടയുടെ പേരൊന്നും പറയുന്നില്ല കാരണം അത് ഇച്ചിരി ഫേമസ് ആയിട്ടുള്ള കടയാണ്. അവിടെ കയറി ഇത് നോക്കിയപ്പോഴത്തേക്കുണ്ടല്ലോ 400 രൂപ 500 രൂപയാണ് സ്റ്റാർട്ടിങ്. ഈ എന്തുവാ, ഈ അരപ്പട്ടയ്ക്കും കയ്യിലിടുന്ന സാധനത്തിനും ഒക്കെ ഉണ്ടല്ലോ 400 രൂപ 500 രൂപ റേഞ്ചാണ് അവിടെ തുടങ്ങുന്നത്. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോയിരുന്നു. അപ്പൊ പിന്നെ വേറൊരു കടയിൽ പോയി ഇത്രയും സാധനങ്ങൾ മേടിച്ച് 500 രൂപയുടെ സാധനങ്ങളാണ് ഇതെല്ലാം കേട്ടോ. ഇതെല്ലാം കൂടി 500 രൂപ. ഈ കിരീടം ഉൾപ്പെടെ 500 രൂപയ്ക്ക് കിട്ടി. പിന്നെ രാജനി കയറി ഈ കളറിലെ പട്ട് മേടിച്ച്. ഇത് എങ്ങനെയാണ് ഇവനെ ഉടുപ്പിക്കേണ്ടത്, ഇത് എങ്ങനെയാണെന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഞാൻ ഏതായാലും നമ്മുടെ യൂട്യൂബില് ഇതിന്റെയൊക്കെ കാണുമല്ലോ, അങ്ങനെ വല്ലതും ഒന്ന് നോക്കാം എന്ന് വിചാരിച്ച് ഇത് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ കസവിന്റെ നേരിയത് ഇടാം എന്ന് വിചാരിച്ചു. ഇത് ഉടുത്തിട്ട് കസവിന്റെ നേരിയത് ഇടാം എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഒരു കാശുമാല ഇവിടെ എവിടെയോ ഉണ്ട്, അത് ഒടിച്ച് കളയരുത്. നല്ല രസമുണ്ട്, നല്ല രസമുണ്ട് കേട്ടോ. മോൻകുട്ടൻ കമ്മലിട്ട് കണ്ടു. ഞാൻ കമ്മലിട്ടില്ല. പിന്നെ തൊടാനുള്ള ഷീക്കാറ്. ഒരു കമ്മൽ എന്ത് നാഗവല്ലിയെ പോലെ ഞാൻ ആക്കരുത്. കമ്മലെട് നിന്റെ കാതിലുണ്ടോ? അതെ, വില കൊടുത്ത് മേടിച്ചോണ്ട് വന്നേക്കുന്നേ, ചുമ്മാ കളിക്കാനുള്ളത്. രാജാവിന്റെ പിന്നെ ഞാനിത് ഈ മോൻകുട്ടൻ ഇത് മേടിക്കാൻ കയറിയിട്ടുണ്ടല്ലോ, നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരു കുട്ടിയെ കണ്ടു. ശരിക്കും പേരൊക്കെ മറന്നുപോയി, എന്റെ ദൈവമേ. എലന്തൂരാണ് വീട്. കുറേ സ്നേഹത്തോടൊക്കെ സംസാരിച്ചു കേട്ടോ. നല്ല എല്ലാ വീഡിയോസും കാണും, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. എന്നും കാണണമെന്ന് ആഗ്രഹിച്ചിരുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞു. ഒത്തിരി സന്തോഷം തോന്നി. പിന്നെ അപ്പൊ നാളെ നമ്മള് മോനിക്കുട്ടന്റെ സ്കൂളിലെ ഓണപരിപാടിക്ക് പോയിട്ടേ ജോലിക്ക് പോകത്തുള്ളൂ.
മുത്തിനെയും കൊണ്ടുപോകണമെന്നും പറഞ്ഞോണ്ടിരിക്കുവാണ്. ഞങ്ങള് 3 പേരുടെ പോണമെന്നും കണ്ടിരിക്കുവാണ്. മുത്തിന് വേറെ പല പ്രോഗ്രാമുകളൊക്കെ ചാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒന്നും നടക്കത്തില്ല. എന്റെ കൂടെ ഞാൻ കൊണ്ടുപോകും. ചെല്ലപ്പനും തങ്കപ്പനും ഒന്നും അല്ല. അത് ഒടിച്ച് കളയില്ല. ഇത് കണ്ടോ, ഇത് 2 എണ്ണം വെക്കുമ്പോ വരത്തില്ല, ഇത് 3 എണ്ണം വെക്കുമ്പോ അത് മതി. ഇങ്ങിതാ നോക്കട്ടെ. ഇവിടെ മേക്കപ്പ് തുടങ്ങി. ഒരാള് കമ്മലിടാൻ തുടങ്ങി. അതെങ്ങനെയാ? കൊള്ളാം കേട്ടോ, കൊള്ളാം. സുന്ദരൻ ഓലക്കുട ഉണ്ടാക്കാനിരിക്കുവായിരുന്നു. കണ്ടില്ലേ അവിടുത്തെ മേളം? അപ്പൊ ഇത് ഓലക്കുട അവിടെ എല്ലാം ഞാൻ നോക്കി. പക്ഷെ ഒരിടത്തുണ്ടായിരുന്നു. ഭയങ്കര വിലയായിരുന്നു എന്റെ പ്രിയങ്ങളെ. അതെനിക്ക് താങ്ങാൻ പറ്റുന്നത് ഞാൻ ഇനി പോരുന്നേ. അപ്പം കുക്കുവാണെങ്കിൽ ഇതുപോലുള്ള ആർട്ടുകളൊക്കെ എന്തെങ്കിലുമൊക്കെ സമയം ഉണ്ടായിരുന്നു നല്ലപോലെ ചെയ്തേനെ. പക്ഷെ ഇനിയിപ്പോ ഞാൻ ചെന്ന് കഴിഞ്ഞ് പറഞ്ഞതാട്ടോ. അപ്പൊ തൽക്കാലത്തേക്ക് ഇത് വല്ല ഉണങ്ങാനൊക്കെ ഉണ്ട്, നമുക്ക് ഇവിടെ വെക്കാം. അപ്പം ഇത് ഉണങ്ങിയൊക്കെ എടുക്കുമ്പോഴത്തേക്ക് നാളെ ഒരു 10-15 മിനിറ്റ് കുടയും പിടിച്ചോണ്ട് സ്റ്റേജിലൊന്ന് കയറി നിക്കണം. എന്നിട്ട് ഇത് ഇങ്ങനെ പിടിക്കണേ. ഇത് ഇങ്ങനെ പിടിച്ചാ തോണി പോയി ഇരിക്കും. അപ്പൊ നമ്മുടെ ഒരു പിക്കാസ് നമുക്കൊരു തൽക്കാലത്തേക്ക് ഇതുപോലെ ഇനി ഇങ്ങനെ പിടിക്കുമ്പോ ഓലക്കുടയാണെന്നല്ലേ പറയത്തുള്ളൂ. അപ്പൊ ഇത് നമുക്ക് നാളെ ഒന്ന് ഒരു 10-15 മിനിറ്റ് അതും ഇതും പിടിച്ചോണ്ട് നിൽക്കണം. പിന്നെ ഇതൊക്കെ മേടിച്ചു പോകാം. അപ്പൊ ഇത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് അവിടെ ഇരുന്നാണ് സമയം പോയത്. ശരിക്കും പറഞ്ഞാൽ എനിക്കൊന്ന് ഇതെന്ന് വെച്ചാ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഇപ്പൊ അതേ ക്യാമറ കൊണ്ടുവന്ന വേണ്ട വേണ്ട. ഇപ്പൊ എങ്ങനെയുണ്ട്? കൊള്ളാവോ? ദേവസേന ഞാന് കുളിച്ച് ജപിച്ചിട്ടൊക്കെ വരാം. നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാനുണ്ട്. അപ്പോ കുളിച്ചിട്ട് വരാട്ടോ. എന്തുവാ രാത്രിയിലത്തേക്ക് കഴിക്കാനും എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ ഒന്നുമില്ല എന്നല്ല, ചോറും സാമ്പാറും ഇരിപ്പുണ്ട്, വേറെ ഒന്നുമില്ല. എന്നാ വന്നിട്ടെന്നാ ഇച്ചിരി ചിക്കൻ ഉണ്ടായിരുന്നു, അതെടുത്ത് വറക്കണമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ നമ്മൾ താമസിച്ചല്ലോ. ഇത് ശർക്കര വരട്ടി അമ്മയ്ക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. അമ്മയ്ക്ക് പൂക്കളെല്ലാം ഞാനൊരു മുറത്തിനകത്താക്കി എന്റെ മുല്ലപ്പൂ ഇതുപോലെ ആക്കി വെച്ചു. ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ വിടരത്തില്ലെന്ന് തോന്നുന്നു. ഇല്ല, ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് രാവിലെ എടുത്ത് വെളി വെച്ചാൽ വിടുന്നു. ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് വിടർന്നില്ല. സംശയം. അപ്പൊ ഞാൻ കുളിച്ചിട്ട് വരാം. പിന്നെ നാളെ മോനുകുട്ടനെ എങ്ങനെയാണ് അത് ഉടുപ്പിക്കേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. അതിന്റെ വീഡിയോ ഒക്കെ ഒന്ന് നോക്കി ഒന്ന് മനസ്സിലാക്കണം. പറ്റുമോന്നൊന്നും എനിക്കറിയത്തില്ല, നോക്കണം. പിന്നെ ഞാനും സെറ്റ് സാരി എടുത്തോണ്ട് പോകണം. അപ്പൊ ബ്ലൗസ് അമ്മ തയ്ച്ചു തന്നു. അതിന്റെ സൈസ് ഒരു ഇച്ചിരി കൂടെ ശരിയാക്കാറുണ്ട്. അത് ഉടുക്കാന്നാണ് വിചാരിക്കുന്നത്. ആവുമെന്നുണ്ടെങ്കിൽ ബ്ലൗസൊക്കെ റെഡിയാക്കി അത് ഉടുത്തോണ്ട് പോകാം. അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒക്കെ നമ്മൾ ഉടുത്തോണ്ട് അങ്ങോട്ട് പോകാം. മാവേലിയായിട്ട് ഒരുങ്ങിയാ പോകുന്നത്. അല്ല, ഒരുങ്ങി ചെല്ലാനാ ടീച്ചർ പറഞ്ഞു. കുളിയും ജപമൊക്കെ കഴിഞ്ഞു. വിശക്കുന്നുണ്ട്, ചോറിനാൻ പോട്ടോ. ഫാനിട്ടൊക്കെ പുകയുന്ന ദേഹം, അതുകൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ട് കാണുമായിരിക്കും വോയിസില്. പിന്നെ ഞാന് എനിക്ക് ഒരു 2 ചേച്ചിമാരാണ് ഞങ്ങൾക്കുള്ള ഓണക്കോടി തന്നത്. അപ്പം ഞാൻ ഇന്ന് രാവിലെ അമ്മയ്ക്കുള്ള ഓണക്കോടിയൊക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതാണ് വീഡിയോയുടെ ആദ്യം കാണിച്ചത്. രാവിലെ അത് കൊടുത്തിട്ടാണ് പോയത്. വൈകുന്നേരം വന്ന സന്ധ്യയ്ക്ക് കൊണ്ട് കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ രാവിലെ അത് കൊടുത്തിട്ടാണ് പോയത്. അപ്പം ഇനി എൻ്റെ മോനിക്കുട്ടൻ്റെ മുത്തിൻ്റെ ഓണക്കോടി കാണിക്കാം. പിന്നെ ജാനിക്കുട്ടിക്കും കൂക്കൂനും ഒക്കെ ഉള്ളതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. നാളെയൊക്കെ ആയിട്ട് കൊണ്ടു കൊടുക്കണം. കൊച്ചോളുടെ അവിടെ കൊടുക്കാനുള്ളത് എടുത്തെല്ലാം മാറ്റി വെച്ചേക്കുവാണ്, കൊണ്ടു കൊടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം മുത്തിൻ്റെ ഷർട്ട് കാണിക്കാം. അവൻ തന്നെ പോയി സെലക്ട് ചെയ്ത ഷർട്ടാണ്. ഇതിന്റെ തന്നെ വേറൊരു പാറ്റേണും എടുത്തിട്ടുണ്ട്. അതാണ് ഇന്ന് ഇട്ടിരിക്കുന്നത്. ഇതാണ് ഓണക്കോടി ഷർട്ട്. പിന്നെ ഞാൻ എടുത്താൽ അപ്പൂപ്പന്മാരുടെ ഒക്കെ ഞാൻ മേടിച്ചു കൊടുക്കുന്നത് കൊണ്ട് ഇപ്രാവശ്യം തന്നെ എടുത്തതാ കേട്ടോ. പിന്നെ മോനിക്കുട്ടന് ഞാനൊരു ടീഷർട്ടാണ് വാങ്ങിച്ചത്. ഇച്ചിരി സൈസ് വലുതാ.
പക്ഷേ പറ്റുമെന്ന് തോന്നുന്നു. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അതിന്റെ സൈസ് ചെറുതില്ലായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ ഓണക്കോടിയാണ് ഇത്. ഈ കളർ ഡ്രസ്സ് എനിക്കില്ല. ഇതിനി കുറച്ച് ഷേപ്പ് ചെയ്യാനുണ്ട്. ഇത് അംബ്രല്ല കേട്ടോ, അംബ്രല്ല ടോപ്പാണ്. ഞാൻ കാണിക്കാം. ഇതിന് ബോട്ടം ഇങ്ങനെ വർക്കൊക്കെ ഉണ്ട്, കയ്യടി ഇവിടെ ഒരു വർക്കൊക്കെ ഉണ്ട്. അപ്പോ ഓണക്കോടി ഇഷ്ടപ്പെട്ടോ എന്ന് പറയണം കേട്ടോ. ഓണക്കോടി, ഈ 3 ഓണക്കോടി എൻ്റെ ചെലവല്ല, ലക്ഷ്മി ചേച്ചിയും പ്രസന്ന ചേച്ചിയും കൂടെ ഞങ്ങൾക്ക് ഗിഫ്റ്റ് തന്നതാണ് കേട്ടോ. ഞാൻ ഞാൻ പറഞ്ഞില്ലേ, ലക്ഷ്മി ചേച്ചി ട്രീറ്റ്മെന്റിലായതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ചേച്ചി എൻ്റെ ബർത്ത്ഡേക്കൊന്നും തരുന്നില്ല, ബർത്ത്ഡേ നേരത്തെ അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മി ചേച്ചി ഭയങ്കര വിഷമത്തിലായിരുന്നു. അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ റിജക്റ്റ് ചെയ്തു. പക്ഷെ ചേച്ചിക്ക് അത് വിഷമമാകുമെന്നുള്ളത് കൊണ്ട് ഞാൻ പിന്നെ വാങ്ങി ചേച്ചിക്ക് ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്തു. അപ്പൊ ലക്ഷ്മി ചേച്ചിയോടും പ്രസന്ന ചേച്ചിയോടും ഒരുപാട് സ്നേഹം. ഞാൻ ഇതുപോലെ എനിക്ക് പേടിയാണ്, പിണങ്ങി പോകുമോ എന്ന് എനിക്കൊരു പേടിയാണ്. കാരണം അവർ രണ്ടുപേരും എനിക്ക് അത്രയും വേണ്ടപ്പെട്ടവരാണ്, ഞാൻ ഹൃദയത്തിലേറ്റിയവരാണ്. അപ്പം ഇടയ്ക്ക് ഇതുപോലെ ഞാൻ യൂട്യൂബിൽ വീഡിയോസ് കണ്ടതിന് ശേഷം എന്നെ പരിചയപ്പെട്ട ഒരു ചേച്ചി അത്യാവശ്യം ഫേമസ് ആണ്. അപ്പം എന്നെ കോണ്ടാക്ട് ചെയ്ത് എനിക്ക് നമ്പറൊക്കെ തരുമോ എന്ന് ചോദിച്ചു. അങ്ങനെ നമ്പറൊക്കെ കൊടുത്ത് ചേച്ചിനെ വിളിച്ച സമയത്ത് കുറെ മെസ്സേജൊക്കെ അയക്കുമായിരുന്നു, ഇടയ്ക്ക് വിളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഇരുന്നൊരു ദിവസം ചേച്ചി എന്നോട് പറഞ്ഞു, എനിക്ക് അക്കൗണ്ട് നമ്പർ ഒന്ന് തരുമോ എന്ന് ചോദിച്ചു. ചേച്ചി ഒരു വർക്ക് ചെയ്യുന്നുണ്ട്, അപ്പൊ അതിനകത്തുനിന്ന് കിട്ടുന്ന ഇൻകം എൻ്റെ ഒരു സന്തോഷത്തിന് തരാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അതാദ്യം കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയത്, ഞാൻ ഇങ്ങനെ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്, അത്യാവശ്യം കഴിഞ്ഞുകൂടാനുള്ളത് ദൈവം അനുവദിച്ച് തരുന്നുണ്ട്, ഇതൊന്നും ഇല്ലാത്ത ഏതെങ്കിലും പാവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ ആ ചേച്ചിയോട് ആ കാര്യം ഒന്ന് പറഞ്ഞു പോയി കേട്ടോ. ധിക്കരിക്കും അല്ലേ ചേച്ചി, പൂച്ചിക്കും ഒന്നും അല്ല ചേച്ചി, എനിക്ക് അതിനുള്ള യോഗ്യത ഉണ്ടോ എന്ന് ഉറപ്പാണെന്നുണ്ടെങ്കിൽ ഞാൻ അക്കൗണ്ട് നമ്പർ തരാം. പക്ഷെ എന്നെക്കാളും ഗതിയില്ലാത്ത ഒരുപാട് ആൾക്കാരില്ലേ, ചേച്ചിക്ക് അങ്ങനെ സഹായിക്കാൻ മനസ്സുണ്ടെങ്കിൽ അത് അവർക്ക് കിട്ടാനുള്ളത് ഞാൻ അങ്ങനെ തട്ടിപ്പറിച്ചു എന്നുള്ള ഒരു ഇത് വരത്തില്ലേ. ചേച്ചിക്ക് അങ്ങനെ കൊടുക്കാൻ മനസ്സുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുക. എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള സമയത്ത് ഞാൻ ഉറപ്പായിട്ടും ചോദിക്കാം എന്ന് പറഞ്ഞു പോയി. അതെന്റെ അഹങ്കാരമാണോ എനിക്കറിയില്ല, അന്നേരം എൻ്റെ മനസ്സിൽ അങ്ങനെയാണ് തോന്നിയത്. കാരണം ഒരുപാട് പേര് ജോലിക്ക് പോകാൻ കഴിയാതെ വരുമാനം ഇല്ലാതെ കഴിയുന്നവരുണ്ട്, പാവങ്ങളായിട്ട് കഴിയുന്നവരുണ്ട്. അപ്പൊ അവർക്ക് സഹായം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് പറഞ്ഞത്. പക്ഷെ അത് ചേച്ചിക്ക് ഒത്തിരി ഫീൽ ചെയ്തു. അതിൽ പിന്നെ ചേച്ചിയുമായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഇല്ല. ഞാൻ ഇടയ്ക്കൊന്ന് ചോദിച്ചു, ചേച്ചി എന്നോട് പിണങ്ങിയിട്ടാണോ ഞാനത് അങ്ങനെ പറഞ്ഞത്, ചേച്ചിക്ക് ഫീൽ ആയിട്ടാണോ എന്നോട് പിന്നെ മിണ്ടാഞ്ഞെന്ന് ചോദിച്ചു. അല്ല, എനിക്ക് കുറച്ച് വർക്കൊക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് തിരക്കായി പോയി. പക്ഷെ ആ തിരക്ക് അത്ര ഇതല്ല, എന്നോടുള്ള പിണക്കമാണ് എന്നോട് ഞാൻ പറഞ്ഞത് ചേച്ചിക്ക് ഫീൽ ആയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു അനുഭവം എൻ്റെ മുമ്പിൽ ഉള്ളത് കൊണ്ട് എനിക്ക് അറുത്ത് മുറിച്ച് ആരോടും ഒന്നും പറയാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. കാരണം ലക്ഷ്മി ചേച്ചിയും പ്രസന്ന ചേച്ചി എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മമാരെ പോലെ, എൻ്റെ ചേച്ചിമാരെ പോലെ എൻ്റെ കൂടെ നിൽക്കുന്നവരാണ്. അപ്പം അവരോട് എനിക്ക് അത്ര കണ്ട് നിരസിക്കാൻ എനിക്ക് പറ്റിയില്ല. അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ ഓണക്കോടി അവരുടെ വകയാണ്. ജോലി ചെയ്യുന്നിടത്തുനിന്ന് എല്ലാ വർഷവും എനിക്കൊരു ജോഡി ഓണക്കോടി ഉള്ളതാണ്. അപ്പൊ അജേട്ടൻ അതിനുള്ള ഫണ്ട് അനുവദിച്ചാൽ അതിന് ഡ്രസ്സ് എടുത്തിരിക്കണം. അത് ഓണക്കോടിക്ക് വേണ്ടി തരുന്നത് ഓണക്കോടി എടുത്തിരിക്കണമെന്ന് നിർബന്ധമാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു ജോഡിയും കൂടെ എടുക്കും. അപ്പൊ അത് ഞാൻ പിന്നെ കാണിക്കാം കേട്ടോ, എടുത്തിട്ടില്ല. അപ്പൊ ഇത് എൻ്റെ പ്രിയങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കമന്റ് ഇടണം കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു ഫ്രോക്കിനേറ്റ് മേടിക്കണം, അതും കൂടി മേടിക്കണം. കാരണം വെച്ചാൽ അവിടെ ഭയങ്കര തിരക്ക്, അതിനകത്തൊക്കെ കയറാനും സെലക്ട് ചെയ്യാനും ഒന്നും പറ്റാത്ത അവസ്ഥയിൽ തിരക്കാണ്. ഞാൻ വേറെ ഒരു ഷോപ്പിലും പോകാറില്ലാത്തതുകൊണ്ട് എനിക്ക് അങ്ങനെ പോകാനും തോന്നിയില്ല. നോക്കട്ടെ, വാങ്ങിക്കുകയാണെങ്കിൽ ഓണത്തിന് അതൊക്കെ ഇടാം. ഇത് സുചേച്ചി തന്നെ നയിക്കുക കേട്ടോ. അപ്പം അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങള്. അപ്പോൾ എൻ്റെ പ്രിയങ്ങളൊക്കെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഓണം ഒരുങ്ങട്ടെ. ഞാൻ ഇന്ന് പറയണമെന്ന് ആഗ്രഹിച്ചിരുന്ന കാര്യം വയനാട്ടിലെ ശ്രുതിയെ പറ്റിയാണ് കേട്ടോ. ഭൂമിയിലാണ് സ്വർഗവും നരകവും എന്നുള്ളത് ബോധ്യപ്പെടുത്തുന്ന അനുഭവമാണ് ആ കുട്ടിയുടേത് അല്ലെ. എത്ര കണ്ട് ഒരു തകർച്ചയിൽ നിന്ന് കരകയറാൻ ശ്രമിച്ചപ്പോഴും തല്ലി തകർത്ത് താഴെ ഇടുകയാണ് ചെയ്യുന്നത് വിധി അല്ലെ. ആ ഒരു അനുഭവം കാണുമ്പോൾ വിധി എന്തൊരു ക്രൂരനാണ്, ഈ ദൈവം എന്തൊരു ക്രൂരനാണ് എന്നൊക്കെയുള്ള ചിന്ത സ്വാഭാവികമായിട്ട് മനുഷ്യരുടെ മനസ്സിൽ വരും. ഇനിയിപ്പോ ഇത്രയേറെ വലിയൊരു തകർച്ച, ഇനി തകരാൻ ഒന്നുമില്ല, അത്രയും വലിയൊരു അന്ധകാരത്തിലോട്ട് ആ കുട്ടി വീണ് കഴിഞ്ഞു. അപ്പം ഇനിയിപ്പോ ധൈര്യത്തോടെ എഴുന്നേൽക്കാൻ പറയാനേ പറ്റത്തുള്ളൂ. ചുറ്റും നിൽക്കുന്നവർക്ക് എന്താ പറയാൻ പറ്റാത്ത അല്ലെ. എങ്ങനെയായാലും ദൈവമേ കരുത്ത് നേടട്ടെ. അപ്പം
ശരിക്കും പറഞ്ഞാൽ ഇന്ന് പകൽ മുഴുവൻ ഞാൻ ആ കുട്ടികളെ പറ്റിയാണ് ഓർത്തത്. എങ്ങനെ അവളത് തരണം ചെയ്യും, എന്ത് കണ്ട് ആശ്വസിക്കും എന്നൊക്കെ ഞാൻ ഓർത്തു കേട്ടോ. അപ്പോൾ ആ ഒരു അനുഭവങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ ജീവിതത്തിൽ സ്വർഗതുല്യമായിട്ടാണ് ജീവിക്കുന്നത്. ദൈവം നമ്മളെ അതിൽ നിന്നൊക്കെ നമ്മൾ മാറി നിൽക്കുകയാണ്, നമ്മളെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. നമുക്ക് എന്താണ് ഇനിയും വരാൻ പോകുന്ന അനുഭവങ്ങളൊന്നും അറിയത്തില്ല. എന്നാൽ തന്നെ ഇപ്പോൾ നമ്മൾ സേഫാണ്. അപ്പൊ എന്ത് തന്നെ ആയാലും ഉള്ള സമയം, കിട്ടുന്ന സമയം സന്തോഷത്തോടെയും സമാധാനത്തോടെയും സ്നേഹത്തോടെയും കഴിയുക. അപ്പോ ഞാൻ എല്ലാം എന്റെ പ്രിയങ്ങളെ കാണിക്കണമെന്ന് തോന്നിയതുകൊണ്ട് കാണിച്ചതാ കേട്ടോ. അപ്പോ ലക്ഷ്മി ചേച്ചിക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, പ്രസന്ന ചേച്ചിക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുന്നു. ലക്ഷ്മി ചേച്ചി ട്രീറ്റ്മെന്റിൽ പോയിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, റേഡിയേഷൻ നടന്നുകൊണ്ടിരിക്കും. എന്റെ പ്രിയങ്ങളൊക്കെ പ്രാർത്ഥിക്കണം കേട്ടോ. ചേച്ചി ഓണം സമയത്ത് 2-3 ദിവസത്തേക്ക് ചേച്ചി വീട്ടിൽ വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ ട്രീറ്റ്മെന്റ് വീണ്ടും കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ചേച്ചിയുടെ ആരോഗ്യ സൗഖ്യത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. നിറയെ സ്നേഹം അറിയിക്കുന്നു. പ്രസന്ന ചേച്ചിക്കും ലക്ഷ്മി ചേച്ചിക്കും കുറെ ചക്കരയുമ്മ. അപ്പൊ ഞങ്ങളെ ഓർത്തതിന് കേട്ടോ, ഞങ്ങളെ ഓർത്തതിന് എല്ലാ പ്രാവശ്യവും ഉണ്ടല്ലോ, ഞാനൊരു ഓണക്കോടിക്ക് വേണ്ടിയിട്ടൊക്കെ പറയുമ്പോൾ പലപ്പോഴും ഞാനൊരു ഓണക്കോടി എന്നൊക്കെ പറയുമ്പോൾ പലയിടത്തൊന്നും എന്നെ പഴക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓണക്കോടിക്ക് പിന്നെ എന്നൊരു തുണിയെടുപ്പ് എന്നൊക്കെ പറയാറുണ്ട്. ഞാൻ ജീവിതത്തിൽ ആകെ ആഗ്രഹിച്ചിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഓണത്തിന് ഡ്രസ്സ് എടുക്കുന്നത്. എന്ന് വെച്ച് ഞാൻ എടുക്കാറില്ല എന്ന് ചോദിച്ചാൽ, ഞാൻ ജോലി ചെയ്യുന്ന കാശ് വെച്ച് ഞാൻ ഡ്രസ്സ് എടുക്കാറുണ്ട്. എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിയിടാറുണ്ട്. എന്തിനാണ് നമ്മളിപ്പം ഞാൻ ഗ്ലാസും പാത്രമൊക്കെ സൂക്ഷിച്ചു വെച്ചേക്കുന്നതാണ്. അപ്പം എത്രയോ പ്രിയങ്ങൾ പറഞ്ഞു അതൊക്കെ എന്തിനാ വെച്ചേക്കണേ, ഇങ്ങനെ വയനാട്ടിലെ ദുരന്തമൊക്കെ കാണാം എന്ന് പറഞ്ഞ നമുക്ക് എനിക്ക് ആഭരണങ്ങളോടോ അല്ലെങ്കിൽ ലക്ഷറി ലൈഫിനോടോ ഒന്നും വലിയ താല്പര്യമൊന്നും ഇല്ലെങ്കിലും ഈ എന്താ നല്ല വസ്ത്രങ്ങളിലിട്ട് വൃത്തിയായിട്ട് നടക്കാൻ വലിയ ഇഷ്ടമാണ്. എനിക്ക് കിട്ടുന്ന വരുമാനത്തിനനുസരിച്ച് അതിന് വിലക്കനുസരിച്ച് ഞാൻ വാങ്ങാറുണ്ട്. പക്ഷെ ഇത് ഞാൻ സാധാരണ വാങ്ങുന്നതിൽ നിന്നും ഇത്തിരി വില വ്യത്യാസമുണ്ട്. കാരണം ഈ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിന്റെ വേറെ മോഡലൊന്നും നോക്കാനുള്ള സാഹചര്യം അവിടെ ഇല്ലായിരുന്നു. അപ്പം അവരെന്നെ നിർബന്ധിച്ചു ഇതങ്ങ് എടുക്ക്, ഈ കളർ ഇഷ്ടപ്പെട്ടെങ്കിൽ എടുക്കുമെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഇതങ്ങ് എടുക്കും. ഇനി കുറച്ച് സൈസ് ഒക്കെ ഓർഡർ ചെയ്യാൻ. അപ്പം അതൊക്കെയാണ് വിശേഷങ്ങള്. അപ്പൊ എല്ലാവരും അപ്പൊ ഞാൻ പോയി ചോറിനട്ടെ. ഇവർക്ക് ചോറ് വേണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും ഞാൻ ചോറ് എടുക്കാം, ഇച്ചിരി വാരി കൊടുക്കാം അല്ലേ. കഴിക്കട്ടെ. ചമ്മന്തിപ്പൊടി കൂട്ട്. ഞാൻ ഇച്ചിരി ചോറ് ഏറെ എടുക്കുവാണേ, മുത്തിനൂടെ വാരി കൊടുക്കാം. മോനുകുട്ടോ ഇച്ചിരി ചോറും ചമ്മന്തിപ്പൊടിയും പിന്നെ ഉണക്കമീൻ കറി ഇച്ചിരി ഉണ്ടായിരുന്നേ, അതുകൂടി കൂട്ടാമെന്ന് വിചാരിച്ചു. കളയാൻ മനസ്സില്ലാതെ അത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൂട്ടി ചോറുണ്ണാം നമുക്ക്. സാമ്പാറുണ്ട്, പക്ഷെ ഞാൻ എടുത്തില്ല കേട്ടോ. മോനുകുട്ടൻ മോരുകറി, പിന്നെന്തുവാ മോരുകറി മാത്രം മതി മോനുകുട്ടൻ. നമുക്ക് ചോറുണ്ണാം. പതിവ് പോലെ എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സങ്കടങ്ങൾ അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവരെ പ്രത്യേകം ഓർക്കുന്നു. അപ്പോൾ അവർക്ക് എല്ലാം തരണം ചെയ്യാനുള്ള മനക്കരുത്തുണ്ടാവട്ടെ. അതിനപ്പുറം എന്തോ പറയാനാ അല്ലേ. അപ്പോൾ നമുക്കിനി നാളത്തെ വിശേഷങ്ങളുമായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ മോനുകുട്ടൻ നാളെ മാവേലി ആവുകയാണ്. അപ്പോൾ നമുക്ക് നാളത്തെ അങ്ങനത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. അപ്പോൾ ടാറ്റ, ഓക്കെ, ബൈ, സി യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.